മുറിച്ചുമാറ്റിയ കാൽ കൂട്ടിച്ചേർത്ത അത്ഭുതം. പണ്ട് പദുവായിലെ ലിയോനാർഡോ എന്നൊരു യുവാവ് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. ഒരിക്കൽ കോപത്തിന് അടിമപ്പെട്ട് അമ്മയെ ചവിട്ടി വീഴ്ത്തിയതിൻ്റെ പാപഭാരം അവൻ്റെ മനസ്സിനെ വേട്ടയാടി. ആ ദുഃഖത്തിൽ നിന്നും മുക്തി നേടാൻ അവൻ വിശുദ്ധ അന്തോണിയുടെ അടുത്തെത്തി. മാനസികമായി തളർന്ന് അവൻ കുമ്പസാരത്തിനായി പള്ളിയിലേക്ക് നടന്നു. ഓരോ ചുവടുവെപ്പിലും അവൻ്റെ മനസ്സിൽ അമ്മയുടെ വേദനയായിരുന്നു. കുമ്പസാരക്കൂട്ടിനുള്ളിൽ അവൻ ഹൃദയം തുറന്നു. തൻ്റെ എല്ലാ പാപങ്ങൾക്കുമൊപ്പം അമ്മയെ ചവിട്ടിയ ആ ഭീകരമായ പ്രവൃത്തിയും അവൻ ഏറ്റുപറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ ആത്മാർത്ഥമായ പശ്ചാത്താപം നിറഞ്ഞു നിന്നു. അവൻ്റെ ഏറ്റുപറച്ചിൽ കേട്ട വിശുദ്ധ ആന്തോണി ഒരു നിമിഷം ആത്മഗതം ചെയ്തു. അമ്മയെയോ അച്ഛനെയോ ചവിട്ടുന്ന കാൽ വെട്ടിമാറ്റാൻ അർഹതയുള്ളതാണ്. ഇത് ഒരു ആലങ്കാരിക പ്രസ്താവന മാത്രമായിരുന്നു. എന്നാൽ ആ വാക്കുകളുടെ ആഴം മനസ്സിലാക്കാൻ ലിയോനാർഡോയ്ക്ക് കഴിഞ്ഞില്ല. വിശുദ്ധന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിലെടുത്ത് അവൻ ഭ്രാന്തമായ ഒരു തീരുമാനത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അവൻ്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം: താൻ ചെയ്ത പാപത്തില് ശിക്ഷ ഏറ്റുവാങ്ങണം. വീട്ടിലെത്തിയ ലിയോനാർഡോ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഖോടാലി ഉപയോഗിച്ച് സ്വന്തം കാൽ വെട്ടിമാറ്റി. ഈ വാർത്ത അറിഞ്ഞ് ലിയോനാർഡോയുടെ മാതാപിതാക്കൾ വിശുദ്ധ ആന്റോണിയുടെ കാൽക്കൽ വീണ് കരഞ്ഞ് അപേക്ഷിച്ചു. അവരുടെ അപേക്ഷ കേട്ട് അദ്ദേഹം ഉടൻ തന്നെ അവരോടൊപ്പം വീട്ടിലേക്ക് പുറപ്പെട്ടു. മുടഞ്ഞ കാൽ പഴയതുപോലെ കൂട്ടിച്ചേർത്ത് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് വിശുദ്ധൻ കുരിശടയാളം വരച്ചപ്പോൾ അത്ഭുതമെന്നോണം കാൽ പൂർവ്വസ്ഥിതിയിലായി. വേദനയില്ലാത്ത ലിയോനാർഡോ ചാടി എഴുന്നേറ്റ് ദൈവത്തിനും വിശുദ്ധനും നന്ദി പറഞ്ഞു.